അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖബറിനരികിൽ തൽഖീൻ ഓതുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായ ഒരു ചര്യയാണ്. ചില ദുർബലമായ ഹദീസുകൾ തെളിവായി ഇവർ ഉദ്ധരിക്കാറുമുണ്ട്. എന്നാൽ ഈ തൽഖീനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ്. മയ്യത്തിന് വേണ്ടി ദുആ ഇരക്കുക, ഖബറടക്കിയ ശേഷവും ഖബറടക്കുന്നതിന് മുമ്പുമൊക്കെ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള ദുആ ഇരക്കുക, ഇതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ മയ്യത്തടക്കി മയ്യത്തിന്റെ തലഭാഗത്തിരുന്ന് തൽഖീൻ ഓതുന്നതിന് കൃത്യമായ പ്രമാണമില്ല. ജലാലുദ്ദീൻ സുയൂത്തി, അദ്ദേഹം ഷാഫി മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹം പറയുന്നത്, തൽഖീനുൽ മയ്യിത്തി ബഅദ ദഫൻ, ഖബറടക്കിയ ശേഷം മയ്യത്തിനരികിൽ നിന്ന് ഖബറിനരികിൽ നിന്ന് തൽഖീൻ ഓതുക എന്ന് പറയുന്നതിൽ ജാഅ ഫീഹി ഹദീസുൻ ഫീ മുഅ്ജമി തൊബ്രാനിയുടെ മുഅ്ജമിൽ ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ബിസനദിൻ ലഈഫ്, ദുർബലമായ സനദോട് കൂടിയാണ് വന്നിട്ടുള്ളത് എന്ന് അദ്ദുററുൽ മുൻതസറ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തി കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഖുൽതു ഹദീസു അബി ഉമാമ റവാഹു അബുൽ ഖാസിം ത്വബ്രാനി ഫീ മുഅ്ജമിഹി ബിഇസ്നാദിൻ ലഈഫ്. അബൂ ഉമാമയുടെ ഹദീസ്, ത്വബ്രാനി ഉദ്ധരിക്കുന്ന തൽഖീനുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന അബൂ ഉമാമയുടെ ഹദീസ് ഞാൻ പറയുന്നത് ലഈഫായ ഹദീസാണ് എന്നാണ് ഇമാം നവവിയുടെ പക്ഷം. അതേപോലെ ഇബ്നു അബൂബക്കർ ഇബ്നു സുലൈമാനുൽ ഹൈസമി അദ്ദേഹം പറയുന്നത്, റവാഹു ത്വബ്രാനി ഫിൽ കബീർ മുഅ്ജമുൽ കബീർ, ത്വബ്രാനി കൊണ്ടുവന്ന ഹദീസ് വഫീ ഇസ്നാദിഹി ജമാഅത്തുൻ ലം അരിഫുഹു, ഇതിന്റെ സനദിൽ ഒരു ഭാഗം ആളുകളെ കുറിച്ചൊരു പരിചയമില്ലാത്ത കാര്യമാണ് എന്നാണ്. ഈ രൂപത്തിലാണ് ഇമാം സുനആനി ആവട്ടെ ഇബ്നു ഹദുൽ ഹൈതമി ആകട്ടെ ഒക്കെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തൽഖീൻ എന്നുള്ളത് ഒരു സുന്നത്തായ കർമ്മമല്ല, ബിദ്അത്താണ്, അത് ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ചര്യയല്ല, മറിച്ച് ഈ മയ്യത്തിന് വേണ്ടി ദുആ ഇരക്കുക, ഇസ്തിഗ്ഫാർ തേടുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. തൽഖീൻ അത് വലിയൊരു അമലായി പ്രോത്സാഹിപ്പിക്കുന്ന രീതി ശരിയല്ല, അത് ബിദ്അത്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.